മല്ലനായ ഗോലിയാത്തിനെ ദാവീദ് കൊല്ലാൻ വേണ്ടി പോകുമ്പോൾ ദാവീദ് എടുത്തു 5 കല്ലുകൾ. ആ കല്ലുകളിൽ ഒരു കല്ല് ഉപയോഗിച്ച് ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. പിന്നീട് രാജാവായതിനു ശേഷം ദാവീദിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടുന്ന ഒരവസ്ഥ വരുന്നു. അവിടെ ശത്രുക്കളെ പേടിച്ച് കഴിയുമ്പോൾ ദാവീദ് ആ മരുഭൂമിയെ എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയും ദാവീദ് 5 കല്ലുകളെടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ആത്മീയമായിട്ടുള്ള കാര്യമാണ്. 63-ാം സങ്കീർത്തനം അതിൻ്റെ 3 മുതൽ 5 വരെ പറഞ്ഞിരിക്കുന്നു. ഈ 5 കല്ലുകളാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ മരുഭൂമിയെ അതിജീവിച്ച് വിജയം കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ കല്ലായിരുന്നു ദൈവത്തെ സ്തുതിക്കുക. ദാവീദ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു. പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോഴും സ്തുതിക്കുന്നത് നിർത്തിയില്ല. മരുഭൂമിയുടെ മധ്യത്തിലും ദാവീദ് പറഞ്ഞു, അങ്ങാണ് എൻ്റെ ദൈവം. ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ നിർത്തരുത്. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. രണ്ടാമതായി ദാവീദ് എടുത്ത കല്ലായിരുന്നു ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുന്നത് ദാവീദ് നിർത്തിയില്ല. എന്താണ് ആരാധന എന്ന് ചോദിച്ചാൽ ചുരുക്കമായിട്ട് നമുക്ക് പറയാം, ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ സകലവും ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക, പൂർണ്ണമായും ദൈവസന്നിധിയിൽ വീഴുക എന്നുള്ളതാണ് ആരാധന. ദാവീദിൻ്റെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് ദാവീദ് ദൈവത്തെ ആരാധിച്ചു. മൂന്നാമത് ദാവീദ് എടുത്ത കല്ലായിരുന്നു അന്വേഷിച്ചു. ദൈവത്തിൻ്റെ വഴികളെ അന്വേഷിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ അന്വേഷിച്ചു. ഈ മരുഭൂമിയുടെ അവസ്ഥയിൽ ദൈവമേ, അങ്ങ് എന്നോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തോട് ചോദിക്കുകയും ദൈവത്തിൻ്റെ വഴികളെയും ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ സ്വരവും അന്വേഷിക്കുവാനും ദാവീദ് തയ്യാറായി. നാലാമത് ദാവീദ് എടുത്ത കല്ലായിരുന്നു ദാവീദിൻ്റെ പൂർണ്ണമായിട്ടുള്ള ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ സമർപ്പിക്കാത്ത ഏതൊക്കെയോ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ എവിടെയൊക്കെയോ അഹങ്കാരവും അസൂയയൊക്കെ ഉണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കുമ്പോൾ മരുഭൂമികൾ മാറിപ്പോകും. ഏറ്റവും അവസാനമായി 5-ാമതായി ദാവീദ് എടുത്ത കല്ലായിരുന്നു ദാവീദ് ഉറപ്പിച്ചു ദാവീദ് ഉറപ്പിക്കുക. 5-ാമത്തെ കല്ല് ദാവീദ് ഉറപ്പിച്ചു പറഞ്ഞു, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നോട്ടെ, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നട്ടെ, എത്ര വലിയ മരുഭൂമി വന്നോട്ടെ, എൻ്റെ ഏതെല്ലാം അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടോട്ടെ, ഏതെല്ലാം പദവികൾ എന്നിൽ നിന്നും മാറിപ്പോയിരുന്നാലും ഞാൻ അങ്ങയിലുള്ള വിശ്വാസത്തിൽ നിന്നും ഒരിക്കലും പിന്മാറിപ്പോവുകയില്ല. പ്രിയ ദൈവപൈതലേ, ഞാനും നിങ്ങളും ഇതുപോലെയുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മരുഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ 5 കല്ലുകൾ എടുക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. സ്തുതിക്കുവാൻ മറന്നു പോകരുത്, ആരാധിക്കുവാൻ മറന്നു പോകരുത്, ദൈവഹിതം അന്വേഷിക്കുവാൻ മറന്നു പോകരുത്. അതുപോലെ ദൈവത്തിന് ആയി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ മറന്നു പോകരുത്. ദൈവത്തിലുള്ള വിശ്വാസത്തെ ഉറപ്പിച്ച് പറയുവാൻ നമ്മൾ മറന്നു പോകരുത്. മരുഭൂമികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം അനുഗ്രഹിച്ച് നമ്മളെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.